ഇറങ്ങിറങ്ങ്. ഈ ഓട്ടോ ഞാൻ കൈ കാണിച്ച് നിർത്തിയതാ. ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണമെന്നില്ല, തൽക്കാലം ഇറങ്ങിയാ മതി. വണ്ടി വിട്. വണ്ടി വിടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനാ കൈ കാണിച്ചത്. ഇവിടെ വേറെ ഓട്ടോ കിട്ടില്ലേ? കുട്ടിക്ക് വേറെ ഓട്ടോ കിട്ടില്ലേ? ഇറങ്ങൂട്ടി. ഞാൻ വണ്ടി നിർത്തിക്ക, കുട്ടി കയറുക. തോന്നിയാസല്ലേ അത്? ആണെന്ന് വെച്ചോ, വേറെ ഓട്ടോ കയറാൻ എനിക്ക് മനസ്സില്ല. പിടിച്ചിറക്കും. ആര്? താനോ? ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. കൈ കയറി പിടിക്കുന്നു. വണ്ടി വിടെ. ആ നിർത്ത് നിർത്ത് നിർത്ത്. ഹലോ, ഈ എയുടെ വീട് ഏതാ? ആ വീടാ. എന്ത് വേണം? ഞാൻ കുട്ടി ഗേറ്റിന് വെളിയിൽ പോണം. ഞാൻ പോയില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്യും. അതെ, താൻ പോയില്ലല്ലേ? ഞാൻ എയോ കാണാൻ വന്ന. എന്തിന്? താൻ കൈ കാണിച്ച ഓട്ടോയിൽ ഞാൻ കയറിയെന്ന് കംപ്ലൈന്റ് പറയാനോ? അയ്യോ, അതിനല്ല. കുട്ടി എയോടെ. താൻ എന്റെ കൈ കയറി പിടിച്ചു, സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചു. ഇറങ്ങി പോകാനാ പറഞ്ഞേ. സരസ്വതി വിലാസ സ്കൂളിൽ മാഷായിട്ട് എനിക്ക് ക്ലെയിം ഉള്ളതാ. പക്ഷെ മാനേജരും മറ്റൊരാളുടെ കാശ് ഒരു വാങ്ങിച്ചു. കാര്യം ഇവിടെ പറയണ്ട. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം. അല്ല, എന്ത് പറയാനാ. കുട്ടി എയുടെ മകളായിരിക്കും അല്ലേ? ആളറിയാതെ പറ്റിപ്പോയതാ. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ? സരസ്വതി വിലാസം സ്കൂളില് മാഷായിട്ട് ചേരണം. ചേരും. നിങ്ങൾ അവിടെ മാഷായിട്ട് ഉടനെ ചേരും. ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. പോരെ? അച്ഛൻ ഇവിടെ ഇല്ലേ? വരാൻ വൈകും. വന്നാൽ ഉടനെ പറഞ്ഞേക്കാം. എന്താ തന്റെ പേര്? ഗോകുലകൃഷ്ണൻ. പേരും പറഞ്ഞേക്കാം. എന്റെ ജീവിത പ്രശ്നമാണ്. അതും പറഞ്ഞേക്കാം. മിസ്റ്റർ, പെൺകുട്ടികളോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നതാണോ ഒരു ടീച്ചർ ആവാനുള്ള തന്റെ യോഗ്യത? താൻ പഠിപ്പിച്ച ആ കുട്ടികൾ നശിച്ചു പോവും. ഏയു ആയ എന്റെ അച്ഛന് എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ ഈ ജന്മത്തെ താനെ സ്കൂളിൽ പഠിപ്പിക്കില്ല. ഒരു ഗോകുലകൃഷ്ണൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ആരാണ് അയാൾ? എന്താണ് അയാളുടെ ഉദ്ദേശം? അന്ന് ചായ കുടിക്കാൻ കയറിയപ്പോ മാനേജർക്ക് അഡ്വാൻസ് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞതല്ലേ? അതിന് അല്ല, ആ കൃഷ്ണനോട് നിങ്ങൾ ആ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ഒച്ച ഒന്ന് കുറച്ച് കുറക്കാൻ പറ്റുമോ? ഏതൊച്ച? ഈ സംസാരത്തിന്റെ ഒച്ച. വീട്ടിൽ കൂലിക്കാർ കുറെ ഉണ്ടായിരിക്കില്ലേ, അവരോട് സംസാരിച്ച ശീലമായിരിക്കും. എന്റെ പേര് ഗഫൂർ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഈ ഗോകുലകൃഷ്ണൻ മാഷ് ഇവിടെ ഉണ്ടോ? ഈ ഗോകുലകൃഷ്ണൻ മാഷ് ഇവിടെ ഇല്ല. വേറൊരു മാഷ് തരട്ടെ. കുഞ്ഞിക്കണ്ണൻ മാഷ് മതിയോ? അങ്ങനെ ഏതെങ്കിലും ഒരു മാഷ കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യം? ഏതെങ്കിലും ഒരു മാഷല്ല, നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിലെ മാഷ. നമസ്കാരം, ഞാൻ ശങ്കരനാരായണ മാസ്റ്റർ. 1,00,000 ഞാൻ കൊടുത്തു. വീട്ടിൽ വഴക്കുണ്ടാക്കി സ്വത്ത് ഭാഗം വെച്ചു. അത് കിട്ടിയ വിലക്ക് വിൽക്കാൻ ഏർപ്പാടാക്കി. ഈ കൊടുത്ത 1,00,000 നിങ്ങൾക്ക് മാനേജറുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. സ്വത്ത് വെച്ച് കിട്ടുന്ന കാശും ഈ 1,00,000 ബാങ്കിലിട്ടിട്ട് ഇനിയുള്ള കാലം നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളൂ. ഈ സീറ്റ് കിട്ടാൻ വലിയ പാടാ. അത് നിങ്ങളാണോ തീരുമാനിക്കാൻ? ഞാൻ മാനേജർ ഓർക്കടോ. ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പൊ പിന്നെ എന്തിനാ ജോലി? മാഷേ, നിങ്ങൾക്ക് ജോലിയും കിട്ടില്ല, കൊടുത്ത 1,00,000 കിട്ടില്ല. പിന്നെ ഈ മാനേജർ എന്ന് പറയുന്ന മാനേജർ ഉണ്ടല്ലോ, അയാളല്ല യഥാർത്ഥ മാനേജർ, അയാളുടെ മകളാ മാനേജർ. അയ്യോ, എന്തേ? അല്ല, എന്നെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആ കുട്ടിയാണോ? ഗോകുലകൃഷ്ണൻ അപ്പോയിന്റ് ചെയ്യുന്നത് ആ കുട്ടിയായിരിക്കും. ആകെ പ്രശ്നമായല്ലോ. എന്ത്? ആ കുട്ടി കുളി കഴിഞ്ഞ് അർദ്ധനഗ്നയായി വന്നപ്പോ ഞാൻ അബദ്ധത്തിൽ മുറി കയറി. കുട്ടി പേടിച്ച് നിലവിളിച്ചു. ഞാൻ ഇറങ്ങി ഓടി. എന്നാ പിന്നെ നേരെ ചെന്നാ മതി, ഉടനെ സ്കൂൾ ചേർക്കും. മാഷും എവിടെയാ മാഷ്ട നാട്? കുറുവാഞ്ചേരി. TTC 86 വെച്ചാ. എന്റെ പ്രശ്നം എന്തെന്നറിയോ മാഷേ? ആരെങ്കിലും വയസ്സ് ചോദിച്ചാൽ ഞാൻ 29, 30, 31 എന്നൊക്കെയാ പറയാ. പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് 35 ആയി. 2 മാസം കഴിഞ്ഞാൽ പിന്നെ സർവീസ് കയറാൻ പറ്റില്ല. ഒരു വീട്, ഭാര്യ, കുടുംബം എന്നൊക്കെ പറയുന്ന പല ആഗ്രഹങ്ങളുണ്ടേ.
ജോലി കിട്ടിയിട്ട് കെട്ടാമെന്ന് കരുതി കാത്തിരുന്നു, കിട്ടിയില്ല. അപ്പൊ പിന്നെ കല്യാണം കഴിച്ചിട്ട് ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് പെണ്ണന്വേഷിച്ച് നടന്നു. ജോലി ഇല്ലാത്തത് കൊണ്ട് പെണ്ണും കിട്ടിയില്ല. അങ്ങനെ ജോലി, കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. പക്ഷെ നിങ്ങൾ ഈ ജോലിക്ക് ശ്രമിക്കണ്ട. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. മഹിളാ സമാജം എന്റെ വീടിന്റെ തൊട്ടു മുമ്പിലാ. ഞാൻ അങ്ങോട്ട് നോക്കാറില്ല. ഞങ്ങളുടെ നാട്ടില് ഒരു കലുങ്കുണ്ട്, പൂവാലന്മാരുടെ സ്ഥിരം സങ്കേതം. അതിലിരുന്നുകൊണ്ട് സ്ത്രീകളെ ശല്യപ്പെടുത്തിയ 7 പൂവാലന്മാരെ ഒരു ദിവസം ഞാൻ അടിച്ച് നിരപ്പാക്കി. എന്റെ ഈ ഭാഗത്തുള്ള 3 അണപ്പല്ലേ വെപ്പ അവര് തിരിച്ചടിച്ചതാ. കുട്ടി കുളി കഴിഞ്ഞ് വരൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുറി കയറില്ലായിരുന്നു. ടേപ്പ് റെക്കോർഡറിൽ പാട്ട് കേട്ടു, കേറിപ്പോയി. പക്ഷേ കുട്ടിയുടെ പേടിച്ച മുഖം അല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രൈമറി ക്ലാസ്സിലെ പാഠപുസ്തകത്തില് എല്ലാ ഭാരതീയരും എന്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ടല്ലോ. ആ പ്രതിജ്ഞ എടുത്ത ശേഷം എല്ലാ സ്ത്രീകളെയും എന്റെ സഹോദരികളായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഭാരതീയ സഹോദരിയെ ഒരു സഹോദരൻ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. ഭാരതത്തിലല്ലേ പ്രശ്നമുള്ളൂ. സിലോണും മാലദ്വീപൊക്കെ ഇവിടെ അടുത്തല്ലേ? അവിടെ എവിടെങ്കിലും പോയി കല്യാണം കഴിക്കാലോ? അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഈ ചിരി എന്നോടുള്ള ദേഷ്യം തീർന്നതിന്റെ സൂചനയായിട്ട് ഞാൻ കാണുന്നു. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. കുട്ടിയാണ് സ്കൂൾ മാനേജർ എന്നറിഞ്ഞു. അച്ഛൻ്റെ 1 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 ലക്ഷം ഉടൻ ശരിയാവും. എന്നെ അപ്പോയിന്റ് ചെയ്യണം. നടക്കില്ല. നടന്നേ തീരൂ. ഞാൻ ഒപ്പിട്ടാലും ഹെഡ് മാസ്റ്റർ അച്ഛൻ പറഞ്ഞാലേ AOയ്ക്ക് പേപ്പർ അയക്കൂ. അങ്ങനെ അയച്ചാൽ തന്നെ ഗോകുലകൃഷ്ണ മാഷിനെ മറികടക്കാൻ ഇയാൾക്ക് പറ്റില്ല. കുട്ടി എന്നെ അപ്പോയിന്റ് ചെയ്യൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മറ്റൊരാളുടെ ജോലി എന്തിനാ തട്ടിപ്പറിക്കുന്നേ? ഭാരതീയനായ ഗോകുലകൃഷ്ണനെ ഒരു സഹോദരനായി കണക്കാക്കിക്കൂടെ? കണക്കാക്കാം, പക്ഷെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ ഗോകുലകൃഷ്ണൻ സഹോദരനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പൊ ഇനി പിന്മാർക്കൂടെ? സാധിക്കില്ല. ഞാൻ വല്ലാത്തൊരവസ്ഥയില. അയാളും അങ്ങനെ ഒരു അവസ്ഥയില. പ്ലീസ്. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? കുറച്ച് വെള്ളം. ഇയാള് പോയില്ലേ? വെള്ളം കുടിച്ചിട്ട് പോയിക്കോളാം. ജോലി കിട്ടാൻ വെള്ളം കുറെ കുടിക്കും. ഉമ്മറത്ത് എന്നിരിക്കെ. മഹിളാ സമാജത്തിലോട്ട് നോക്കാത്ത ആൾ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കുന്നോ? സോറി. ഞാനൊന്ന് നോക്കിയപ്പോ മേശപ്പുറത്ത് പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ പാട്ടുകളുടെ കാസറ്റുകൾ മാത്രമേ കണ്ടുള്ളൂ. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. മറ്റു പാട്ടുകാരെയൊന്നും ഇഷ്ടമല്ല എന്നർത്ഥമില്ല. ചില ഇഷ്ടങ്ങൾക്ക് കാരണം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പട്ടണക്കാടിന്റെ പാട്ടുകളാ എനിക്ക് ഏറ്റവും ഇഷ്ടം. അത്ര തന്നെ. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫോട്ടോ? ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം നടക്കും. എവിടെ കിട്ടും? ഇതൊക്കെ ജീവിതത്തിലെ അസുലഭ മുഹൂർത്തങ്ങൾ തന്നെ. ഫോട്ടോ എവിടെ കിട്ടും? എന്തിനാ ഫോട്ടോ? ജീവനോടെ കണ്ടോണ്ടിരിക്കുകയല്ലേ. വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഞാൻ തന്നെയാ പട്ടണക്കാട് പുരുഷോത്തമൻ. ചുമ്മാ നുണ പറയരുത്. സർക്കാരിനോട് ഞാൻ നുണ പറയും. കാരണം മറ്റു ജോലികൾ ചെയ്ത് പണം വാങ്ങാൻ പാടില്ല എന്ന് സർക്കാർ അനുശാസിക്കുന്നത് കൊണ്ട്. പക്ഷേ ഒരു ആരാധികയോട് ഒരിക്കലും ഞാൻ നുണ പറയില്ല. നിങ്ങളുടെ പേര് ശങ്കരനാരായണൻ. പക്ഷെ പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന തൂലികാ നാമത്തിൽ ഞാൻ പാടുകയാണ്. തൽക്കാലം പോട്ടെ. ഉച്ചക്ക് 2 മണിക്ക് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാനുണ്ട്. മാത്രം മറന്നിട്ട് വേനൽക്കിനാ കിളിക്കൂ